രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഗ്രേസിന് വെടിയേറ്റു. അവളെ നേരെ ഐവയുടെ അടുത്ത് കൊണ്ടുപോയി. ഗ്രേസ് മണ്ണിൽ കിടത്തി. അവളുടെ ചോര പണ്ടോരയിലെ വേരുകളെ നനച്ചു. ആ ഭൂമിയിൽ വെടിയേറ്റ അവളുടെ ശരീരം നിശ്ചലമായിരുന്നു. ഓരോ ശ്വാസവും ഒരു നിലവിളി പോലെ ദുർബലമായി. വിറയ്ക്കുന്ന കൈകളോടെ ജെയ്ക്ക് അവളെ കോരിയെടുത്തു. അവന്റെ ഹൃദയം ഒരു കൊടുങ്കാറ്റുപോലെ അലറി. അവന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം: ആത്മാക്കളുടെ വൃക്ഷം. ആ പവിത്രമായ ഇടത്തേക്ക് പ്രതീക്ഷയുടെ അവസാന കണികയെന്ന പോലെ അവൻ പാഞ്ഞു. വൃക്ഷത്തിനു ചുറ്റും നവികൾ ഒത്തുകൂടി. അവരുടെ മന്ത്രങ്ങൾ ആകാശത്തേക്കുയർന്നു. ഒരു സഹായത്തിനായി അവർ ഐവയെ വിളിച്ചു. അവരുടെ ശബ്ദം പണ്ടോരയുടെ കാറ്റിനെ പോലും നിശ്ചലമാക്കി. ഗോത്രതലവയായ മോവത്ത് ഒരു അമ്മയുടെ വേദനയോടെ തന്റെ കൈകൾ ഉയർത്തി മഹത്തായ അമ്മയായ ഐവയോട് പ്രാർത്ഥിച്ചു. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയും ഭയവും ഒരുപോലെ മിന്നി. അന്തരീക്ഷം മുഴുവൻ പവിത്രമായ ഒരു വെളിച്ചത്തിൽ തിളങ്ങി. ഓരോ തരിയിലും ഐവയുടെ സാന്നിധ്യം നിറഞ്ഞു. അവർ ഗ്രേസിനെ ആത്മാക്കളുടെ വൃക്ഷത്തിന്റെ തിളങ്ങുന്ന വേരുകളിൽ കിടത്തി. ജെയ്ക്ക് അവളുടെ അരികൾ മുട്ടുകുത്തി. അവന്റെ ശബ്ദം ഇടറി. കണ്ണുനീർ അവന്റെ കവിളുകളിലൂടെ ഒഴുകി. അവളെ സ്വീകരിക്കൂ, അവളെ രക്ഷിക്കൂ, അവൻ യാചിച്ചു. അവന്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു. ഓരോ വാക്കിനും 1000 വേദനകളുടെ ഭാരമുണ്ടായിരുന്നു. വൃക്ഷത്തിന്റെ ഊർജ്ജം ഗ്രേസിന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ആ നീല വെളിച്ചം അവളുടെ മുറിവുകളിൽ ഒഴുകിയെത്തി. നക്ഷത്രങ്ങൾ ചിതറിയതുപോലെ ബയോലൂമിനേഷൻസ് തിളങ്ങി. ഒരു പുതിയ ജീവിതത്തിന്റെ സൂചന എന്ന പോലെ. ഗ്രേസിന്റെ കണ്ണുകൾ പതിയെ മിന്നി. അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അവൾ ശ്വാസം വിട്ടു. പിന്നെ ഒരു നിശബ്ദത. ഒരു നനുത്ത കാറ്റ് വന്നതുപോലെ അവളുടെ ആത്മാവ് അകന്നുപോയി. പണ്ടോരയുടെ ആത്മാവിൽ ലയിച്ചു ചേർന്നു. ഗ്രേസ് പോയിരുന്നു. ജെയ്ക്ക് അത് തിരിച്ചറിഞ്ഞു. അവന്റെ മുഷ്ടികൾ മുറുകി. അവന്റെ കണ്ണുകൾ ചുവന്നു. അവനിൽ ഒരു പുതിയ അഗ്നി ജ്വലിച്ചു. ഞാനിപ്പോൾ അവളുടെ കൂടെയാണ്. അവൾ യാഥാർത്ഥ്യമാണ്. ഗ്രേസിന്റെ അവസാന വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. ആ വാക്കുകൾ അവനെ ശക്തനാക്കി. അവന്റെ ദുഃഖം പ്രതികാരമായി മാറി. ജെയ്ക്ക് ഐവയോട് ശപഥം ചെയ്തു: ഈ യുദ്ധം ഇന്നിവിടെ അവസാനിക്കും, അല്ലെങ്കിൽ ഞാൻ പണ്ടോരയോടൊപ്പം വരിക്കും. അവന്റെ ആത്മാവ് യുദ്ധത്തിനായി തയ്യാറെടുത്തു. അവൻ കുതിച്ചു. അവന്റെ പിന്നിൽ മുഴുവൻ നവിഗോത്രവും അണിനിരന്നു. ആകാശം യുദ്ധത്തിന്റെ ഇടിമുഴക്കം കൊണ്ട് നിറഞ്ഞു. തന്റെ അവസാന പോരാട്ടത്തിനായി ജെയ്ക്ക് സള്ളി, ആ പ്രതിജ്ഞാബദ്ധനായ പോരാളി, ആത്മാക്കളുടെ വൃക്ഷത്തിൽ നിന്ന് യാത്ര തുടങ്ങി. അവൻ ഇനി ഗ്രേസിനു വേണ്ടിയും ഐവയ്ക്കു വേണ്ടിയും പണ്ടോരയ്ക്കു വേണ്ടിയും പോരാടാൻ തയ്യാറാണ്. ഈ യുദ്ധം അവന്റെ അവസാനമായിരുന്നു, പക്ഷേ അതൊരു പുതിയ തുടക്കത്തിന്റെ വാഗ്ദാനവും നൽകി. അവൻ കുതിച്ചു, ഒരു പുതിയ ലോകത്തിനായി, ഒരു പുതിയ പ്രതീക്ഷയ്ക്കായി. അവന്റെ ഓരോ ചലനത്തിലും ഓരോ ശ്വാസത്തിലും ആ പ്രതിജ്ഞയുടെ തീ ആളിക്കത്തി. അവന്റെ കഥയുടെ 13ാം ഭാഗത്തിൽ, അവസാന പോരാട്ടത്തിന്റെ തുടക്കത്തിൽ, ജെയ്ക്ക് സള്ളി ഒരു ഇതിഹാസമായി മാറുകയായിരുന്നു. ഭാഗം 13.